ഏതാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്ക് പ്രൈസ്? എല്ലാവരും ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. ഏത് സ്ട്രൈക്കാണ് കറക്റ്റ് ആയുള്ള സ്ട്രൈക്ക്? ഇൻ ദ മണി ആണോ, ഔട്ട് ഓഫ് ദ മണി ആണോ, അറ്റ് ദ മണി ആണോ? എനിക്ക് ഇതിനൊരൊറ്റ ഉത്തരവേ തരാനുള്ളൂ. ഇത് ഇൻ ദ മണി സ്ട്രൈക്ക് പ്രൈസ് ആണ്. ഇൻ ദ മണി എടുക്കുമ്പോൾ ഇൻ കേസ് നമ്മുടെ കയ്യിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ഓപ്പോസിറ്റ് മാർക്കറ്റ് പോവുകയും അത് ഇൻ കേസ് ഇനി സൈഡ് വേസ് പോയാൽ പോലും നമുക്ക് മെൽറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം കുറച്ച് കുറയ്ക്കാൻ പറ്റും. മെൽറ്റിംഗ് ഉണ്ടാവും, എന്നാലും അതൊരു പെട്ടെന്നൊരു മെൽറ്റ് ആവാണ്ട് നമുക്ക് നിൽക്കും. നമ്മൾ എല്ലാ ട്രേഡ്സും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ മൊമെന്റം ഉണ്ടാവണമെന്നില്ല മാർക്കറ്റിൽ. അപ്പൊ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇൻ കേസ് സൈഡ് വേസ് പോയി കഴിഞ്ഞാലും നമുക്ക് ആ മെൽറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ ഇൻ ദ മണി ട്രേഡ്സ്, ഇൻ ദ മണി സ്ട്രൈക്സ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇൻ ദ മണി എടുക്കുമ്പോൾ ഏത് സ്ട്രൈക്ക് എടുക്കണം? അടുത്തൊരു കൺഫ്യൂഷൻ വരുന്നത് അവിടെയാണ്. നമ്മൾ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുന്നു? നമ്മൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസിന്റെ തൊട്ട് താഴത്തുള്ള സ്ട്രൈക്ക് പ്രൈസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ പോലും നിങ്ങൾ ഇൻ ദ മണിയിലായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനി സ്ട്രൈക്ക് പ്രൈസിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇൻ ദ മണിയാണ്. ഇൻ ദ മണിയിൽ നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ആ സ്റ്റോപ്പ് ലോസിന്റെ തൊട്ട് താഴത്തുള്ള സ്ട്രൈക്ക് ചൂസ് ചെയ്യുക. അത് നിങ്ങളെ സേഫ് ആകും, നിങ്ങൾ സക്സസ് ആകും.